ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ഒരു മനുഷ്യൻ പോലും നീതിമാനായിട്ടില്ല. ബൈബിൾ അങ്ങനെ പറയുന്നത്. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല എന്ന് ബൈബിളിൽ പറയുന്നു. परमेश्वर का कलाम इसलिए कहता है कि एक भी व्यक्ति धर्मी नहीं है, एक बिल्कुल उसमें से एक भी कोई धर्मी नहीं है. അപ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ ദൈവത്തിന് വീണ്ടും തന്റെ അടുക്കലേക്ക് ചേർക്കുവാൻ, തന്റെ മക്കളായി മാറ്റുവാൻ ദൈവം ഒരുക്കിയ പദ്ധതിയാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുന്നത്. जो मनुष्य क्या है कि परमेश्वर से क्या है अलग हो गया था, उस अलग हुए मनुष्य को वापस परमेश्वर की ओर लेके आया एक क्या है कि एक मार्ग था, वो यीशु मसीह. ആമേൻ. യേശു ക്രിസ്തു പാപജഡത്തിന്റെ സാദൃശ്യത്തിൽ വന്ന് ഈ ലോകത്തിൽ 33 തിരുവയസ്സ് വരെ ജീവിച്ചു. पर यीशु मसीह क्या है कि मनुष्य का अवतार लेके परमेश्वर क्या है कि हमारे बीच में क्या है कि 33.5 साल तक इस पृथ्वी पर जिए. പാപജഡത്തിന്റെ സാദൃശ്യത്തിൽ ജീവിച്ചെന്ന് പറയുമ്പോൾ ബൈബിൾ പറയുന്നത് അവൻ പാപം ചെയ്തില്ല. मनुष्य वो क्या है कि पाप के उसमें पाप के स्वरूप में मतलब कि नहीं आए, लेकिन मनुष्य का वो क्या है रूप धारण करके आए, लेकिन वो उन्होंने कोई भी पाप नहीं किया. ആമേൻ. അവനിൽ ഒരു പാപവും ഇല്ലായിരുന്നു. उसमें एक भी पाप नहीं था. എന്നിട്ട് അവൻ ന്യായപ്രമാണ പുസ്തകം മുഴുവൻ പ്രമാണിച്ചു. और जो न्यायों की किताब में जितनी भी आज्ञाएं लिखी थी वो उनका पूरा उन्होंने पालन किया. അവൻ ഒന്നുപോലും അവൻ തെറ്റിച്ചില്ല. एक में भी नहीं चूके, एक भी गलती नहीं की उन्होंने. മുഴുവൻ തന്റെ ശരീരത്തിൽ നിവർത്തിച്ചു കാണിച്ചു. और सब कुछ क्या है कि अपने शरीर पे वो लेकर उन्होंने पूरा होते हुए दिखाया. ആമേൻ. എന്നിട്ട് ആമേൻ, സ്തോത്രം, യേശു ക്രിസ്തു ബൈബിൾ പറയുന്നു, ഹല്ലേലൂയ, എനിക്കും നിങ്ങൾക്കും പകരമായി കാൽവരി ക്രൂശിൽ മരിച്ചു. और वचन कहता है कि आप और मेरे लिए उसकी बजाय परमेश्वर यीशु मसीह हमारे पापों के लिए क्रूस पर चढ़ाया गया.